നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. അടുപ്പിന് തീ പിടിക്കുമ്പോൾ അരിവില 50 രൂപയിൽ എത്തിയതിന്റെ ഞെട്ടൽ മാറും മുൻപേ ജനത്തിന് ഇരുട്ടടിക്കുമേൽ ഇടിത്തിയായി പാചക ഗ്യാസ് വിലയിൽ കുത്തനെ വർധന. വീട്ടാവശ്യത്തിനുള്ള സബ്സിഡി നിരക്കിലെ ഗ്യാസ് സിലിണ്ടറിന് ഒറ്റയടിക്ക് കൂടിയത് 85 രൂപ 50 പൈസ. സബ്സിഡി ഇല്ലാത്ത ഗാർഹിക സിലിണ്ടറിന് 90 രൂപയുടെയും വർധന. ഹോട്ടൽ ഭക്ഷണ നിരക്ക് വർധനയ്ക്ക് വഴിവെച്ച് വാണിജ്യാവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറിനും കൊള്ളവില. 148.5 രൂപ വർദ്ധിപ്പിച്ച സിലിണ്ടറിന്റെ പുതുക്കിയ വില 1386 രൂപ. IOCയുടെ പുതിയ തീരുമാനം ഫെബ്രുവരി 1-ന് സബ്സിഡി സിലിണ്ടർ വില 66 രൂപ കുറച്ച് ഒരു മാസം പിന്നിടുമ്പോൾ. അതേസമയം ഗാർഹിക LPG സിലിണ്ടറുകളിൽ തൂക്ക പരിശോധന കർശനമാക്കാൻ തീരുമാനവുമായി ലീഗൽ മെട്രോളജി വകുപ്പ്. ഉദയംപേരൂരിലെ IOC പ്ലാന്റിൽ സിലിണ്ടറുകളുടെ തൂക്കത്തിൽ ക്രമക്കേട് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം. ഇതേ തുടർന്ന് കമ്പനിക്ക് 7.5 ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചിരുന്നു. വഴിതെറ്റിക്കുന്ന മൊഴികൾ. നടി ആക്രമിച്ച സംഭവത്തിൽ മൊഴികൾ മാറ്റിയും മറിച്ചും പോലീസിനെ വെള്ളം കുടിപ്പിച്ച് പൾസർ സുനിയും വിജീഷും. പീഡനരംഗങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണിനായി ഇന്നലെ നടത്തിയ തിരച്ചിലും ഫലം കാണാത്ത സാഹചര്യത്തിൽ ദൃശ്യങ്ങളുടെ പകർപ്പുണ്ടോ എന്ന് അന്വേഷണം. പോലീസ് ക്ലബിൽ പ്രതികളെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. അമ്പലപ്പുഴയിൽ സുനിയുടെ സുഹൃത്ത് മനുവിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച മൊബൈൽ സിം കാർഡും മെമ്മറി കാർഡും ശാസ്ത്രീയ പരിശോധനയ്ക്ക്. കൃത്യം നടത്തിയ ശേഷം പ്രതി ആദ്യമെത്തിയത് കക്കാഴത്തെ സുഹൃത്തിന്റെ വസതിയിൽ. മനുവിന്റെ വീട്ടിലെത്തിയ സുനി ഫോണിൽ നിന്ന് സിം കാർഡ് പുറത്തെടുക്കാൻ സേഫ്റ്റി പിൻ വാങ്ങിയെന്ന് സുഹൃത്തിന്റെ സഹോദരിയുടെ മൊഴി. പ്രതികൾ ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിലെ മുഴുവൻ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം. ഗൂഢാലോചന സംബന്ധിച്ച തെളിവുകൾക്ക് ദൃശ്യങ്ങൾ സഹായകമാകുമെന്ന് പോലീസ് സംഘം. നിർണായക തെളിവുകൾ ഒന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ കൂട്ടുപ്രതി മണികണ്ഠനെ മാപ്പുസാക്ഷിയാക്കാനും പോലീസ് നീക്കം. വീണ്ടും കലങ്ങുന്ന അതിരപ്പിള്ളി. അതിരപ്പിള്ളി പദ്ധതിയിൽ സർക്കാരിനും CPM-നുമെതിരെ പ്രതിഷേധം കടുപ്പിക്കാനുറച്ച് CPI. പ്രകടന പത്രികയിൽ ഇല്ലാത്ത വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് LDF യോഗമെന്ന് കാനം രാജേന്ദ്രൻ. സർക്കാർ നീക്കം എന്തു വില കൊടുത്തും തടയുമെന്ന് AIYF-ന്റെ പ്രഖ്യാപനം. വിവാദ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് വൈദ്യുതി മന്ത്രി M മണി നിയമസഭയിൽ വ്യക്തമാക്കിയത് ഇന്നലെ. 163 മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതിക്കായി അതിരപ്പിള്ളിയിൽ സ്ഥലമെടുപ്പ് പുരോഗമിക്കുന്നു. നിർദ്ദിഷ്ട പദ്ധതിക്ക് കണക്കാക്കുന്ന ചെലവ് 936 കോടിയെന്നും രേഖാമൂലം നൽകിയ മറുപടിയിൽ മന്ത്രി. അതിരപ്പിള്ളി പദ്ധതിക്കൊപ്പം സംസ്ഥാനത്ത് സർക്കാർ ലക്ഷ്യമിടുന്നത് 15 ജലവൈദ്യുത പദ്ധതികൾ. 312 മെഗാവാട്ട് വൈദ്യുതി ലക്ഷ്യം വയ്ക്കുന്ന പദ്ധതികൾക്ക് പുറമെ 20 ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ കൂടി ആരംഭിക്കുമെന്നും മന്ത്രി M മണി. പരിസ്ഥിതിവാദികൾ എതിർക്കുന്ന അതിരപ്പിള്ളി പദ്ധതിക്കായി സർക്കാർ കണ്ടെത്തിയത് വെള്ളച്ചാട്ടത്തിന് 6.5 കിലോമീറ്റർ മുകളിലായുള്ള സ്ഥലം. 23 മീറ്റർ ഉയരമുള്ള അണക്കെട്ടിനു താഴെ ചെറിയ പവർ ഹൗസ് നിർമ്മിക്കാൻ പദ്ധതി. ഉപയോഗശേഷം ഇവിടെ നിന്ന് ഒഴുക്കിവിടുന്ന ജലം വെള്ളച്ചാട്ടത്തെ നിലനിർത്തുമെന്നും സർക്കാർ. ട്രാക്ക് മാറ്റി ട്രംപ്. വംശീയ വിദ്വേഷം അമേരിക്കൻ നയമല്ലെന്ന് US കോൺഗ്രസിലെ ആദ്യ പ്രസംഗത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എല്ലാത്തരം വിദ്വേഷങ്ങളെയും അമേരിക്ക ഏകസ്വരത്തിൽ എതിർക്കുന്നു. കൻസാസിൽ ഇന്ത്യക്കാരൻ വെടിയേറ്റു മരിച്ച സംഭവത്തെ അപലപിക്കുന്നതായും പ്രസിഡന്റ്. കൻസാസ് സംഭവത്തിൽ ഇതുവരെ മൗനം പാലിച്ച ഡൊണാൾഡ് ട്രംപിന്റെ വംശീയ വിരുദ്ധ പ്രഖ്യാപനം നിശബ്ദതയുടെ പേരിലെ കടുത്ത എതിർപ്പിനെ തുടർന്ന്. ജൂതവിഭാഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണവും അപലപനീയമെന്ന അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ ഡൊണാൾഡ് ട്രംപ്. അതേസമയം വിസ നിയന്ത്രണം തുടരുമെന്നും പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.